ഹലോ ഗൈസ്, ഞാനിപ്പം പുതിയതായിട്ട് മേടിച്ച ഈ ഒരു ഫോൺ കൂളറിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ ആമസോണിലൊക്കെ ഇഷ്ടംപോലെ പ്രോഡക്ട്സുകൾ കാണും. എല്ലാം ഫേക്ക് എന്നൊന്നും ഞാനല്ല ഞാൻ പറയുന്നത്. ഈ ഒരു സാധനം എനിക്ക് അതിനകത്ത് ഒരു 400+ പർച്ചേസ് അതിനകത്ത് കിടന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇത് വാങ്ങിച്ചത്. അപ്പം വാങ്ങിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കാണിച്ചിരിക്കുന്ന MRP അല്ല, 1299, അതായത് 1300 രൂപയ്ക്കാണ് ഇത് ആമസോണിൽ നിന്ന് കിട്ടുന്നത് ഈ പ്രോഡക്റ്റ്. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു കൂളറാണ്. ഇതിൻ്റെ കൂടെ വരുന്നത് ഈ കേസിനകത്ത് ഈ ഒരു ബോക്സ് വരും. ഇത് മാക്സേഫ് കമ്പാറ്റബിൾ ആണ്. ബോക്സിനകത്ത് 2 ക്ലിപ്പുകൾ വരുന്നുണ്ട്. പിന്നെ എൻ്റെ S24 ഞാൻ ബാഗിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മെറ്റൽ പീസും വരുന്നുണ്ട്. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് ബാക്കിൽ മാക്സേഫ് പോലെ ഒട്ടിയിരിക്കും. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സാധനമാണ്. അത്യാവശ്യം ഒന്നുമില്ല. അതിൻ്റെ കൂടെ ഒരു USB കേബിളും കൂടെ കിട്ടും. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ തണുത്ത് വരുന്നുണ്ട്, നല്ല തണുപ്പായി വരുന്നുണ്ട്. കണക്ട് ചെയ്ത ഉടൻ തന്നെ ഇത് തണുപ്പുണ്ട്, നല്ല തണുപ്പ് വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോഴൊക്കെ തന്നെയാണ്. ഏകദേശം 5°C വരെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂളറാണ്. ഇത് സാംസങ്ങിൻ്റെ S24 നോർമലി നമ്മൾ ഈ വൈൽഡ് ലൈഫ് എക്സ്ട്രീം സ്ട്രെസ് ടെസ്റ്റ് നടത്തുമ്പം കിട്ടുന്ന ഒരു പെർഫോമൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്റ്റെബിലിറ്റി 78.8 ആണ്. അതായത് ഫ്രെയിം ഡ്രോപ്പ് ചെറുതായിട്ട് വരും. അത് എല്ലാ ഫോണുകളും, ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 85-90% ഒക്കെയാണ് സ്റ്റെബിലിറ്റി. 100% സ്റ്റെബിലിറ്റി അങ്ങനെ ഒരു ഡിവൈസിനും കിട്ടത്തില്ല. കാരണം അറിയാമല്ലോ, ഹീറ്റിംഗ് എല്ലാ ഡിവൈസും ആവും. കാരണം ഇതുപോലത്തെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു ഡിവൈസ് വെച്ചേക്കുമ്പം ആ ഡിവൈസ് എന്തായിരുന്നാലും നല്ല രീതിയിൽ ഹീറ്റാകും. ഹീറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തതിൻ്റെ. ഈ കൂളർ യൂസ് ചെയ്തപ്പോഴത്തേക്കുള്ളത് ഇതാണ് നിങ്ങൾക്ക് ആക്ച്വലി കാണേണ്ട ഒരു ഗ്രാഫ്. സ്റ്റെബിലിറ്റി ഉണ്ടോ, 97.4%. ഒരൊട്ടും ഫ്രെയിം ഡ്രോപ്പ് വന്നിട്ടില്ല. ഒട്ടും ഫ്രെയിം ഡ്രോപ്പ്. ഞാൻ BGMI കണ്ടിന്യൂസ്ലി ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ഏകദേശം ഒരു 29-30 ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഒട്ടും ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാതെ കളിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. അതും ഞാൻ 120 FPS സ്മൂത്ത് 120 അതിലിട്ട് കളിച്ചതാണ്. ഓക്കെ, നിങ്ങൾ 60 ഹെർട്സിലോട്ട് കളി കഴിഞ്ഞാൽ പിന്നെ ഹീറ്റിംഗ് അല്ലെങ്കിലേ ഇല്ല. അത് നല്ല സ്റ്റെബിലിറ്റി പിന്നെയും കിട്ടും. പക്ഷേ ഇത് വൈൽഡ് ലൈഫ് ടെസ്റ്റിൻ്റെയാണ്. സോ ഇതാണ് ഗൈസ് ഒരു ഫോൺ കൂളർ. പിന്നെ നിങ്ങൾ ഈ എക്സിനോസിൻ്റെ ഡിവൈസ് ആയിരുന്നാലും ശരി, സാംസങ് ആണെങ്കിലും ശരി, ഐഫോൺ ആണെങ്കിലും ശരി, ഗെയിമിങ്ങിന് വാങ്ങിക്കുമ്പം പ്രൊഫഷണലി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെല്ലാവരും ഇതുപോലത്തെ ഒരു കൂളർ കണക്ട് ചെയ്തിട്ടാണ് ഐഫോണിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഐഫോണിലാണെങ്കിൽ സെപ്പറേറ്റ് ഇതുപോലത്തെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട, മാക്സ് സേഫ് ഉള്ളതുകൊണ്ട് ഇത് ഒട്ടി കിട്ടുന്നതും സൂപ്പറാണ്. സോ ഇതാണ് ഗൈസ് അടിപൊളി പ്രോഡക്റ്റ്സ്.